സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞങ്ങളിതൊന്ന് കാണണം. ഇതൊരു 10-11 മണിക്ക് ഉമ്മ കെട്ടുമാറാപ്പ് കൊണ്ട് വന്നതാട്ടോ. എന്തിനാ വെച്ചാൽ പഞ്ചായത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഒരു വിലക്കൊന്നും അടുക്കുന്നില്ലായിരുന്നു. കാരണം കുട്ടീനെ കൊണ്ട് ബസ്സിൽ ഞാനില്ല പറഞ്ഞു. അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷയിൽ പോയിട്ടോ. എൻ്റെ ഒരു ലക്ഷ്യം നോക്കി നിങ്ങൾ, ബസ്സിൽ ഞാനില്ല. അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയി. പിന്നെ ആമിമോൾ ഒരു നിലക്ക് അടങ്ങിക്കണില്ലായിരുന്നു. കാരണം ആമിമോൾ ഡാൻസും കളിക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പിടാത്തങ്ങൾ നോക്കണ്ട, ഓളൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചെരുപ്പിടുള്ളൂ. കാരണം ഇന്നൊരു വിലയില്ല ഓൾക്ക്. ഇമ്മയാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അടുത്ത മീറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടാൽ മറ്റേ പാട് എത്രങ്ങാനും നേരെ വെയിറ്റ് ചെയ്താറോ. അപ്പോൾ ഞങ്ങൾ പോസ്റ്റായപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എടുത്താട്ടെ. നമ്മളെ 32 കാരക്കുന്ന് പഞ്ചായത്ത് എടുത്തതാട്ടോ. ഞങ്ങൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് റെഡിയായി ഇങ്ങനെ നിൽക്കുക കണ്ടില്ലേ. അമ്മാൻ്റെ കയ്യിൽ ഫോമൊക്കെ പൂരിപ്പിച്ചെടുത്തു. പക്ഷേ അവിടെ ഒരു മുകളിൽ ബിയോൻ്റെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു മതി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ നോമ്പ് ഇപ്പോൾ 4ാമത്തെ നോമ്പാണ്. അപ്പം നമ്മളെ 4ാമത്തെ നോമ്പിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതാക്കണ് കണ്ടോളി, പുട്ടും കടലയാണ്. ഇതാ പുട്ട് ഇതാകണ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, കടല ഇവിടെ റെഡി ആയി കൊണ്ട് നിൽക്കാണ്. ഇത് പിന്നെ വേറൊരു സാധനത്തിനാണ്, വേറെന്തോ അല്ല, കൊക്കവട. ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്സ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വെച്ചു. അപ്പൊ കൊക്കവടക്കുള്ള സംഭവമാണ്. ഇനിയിപ്പോ തേങ്ങക്ക് പുട്ടിക്ക് തേങ്ങ അരക്കണം. എന്റെ വീട്ടില് ഇത് വാങ്ങേണ്ടി വന്നു, കുറച്ച് അത്യാവശ്യമായിരുന്നു. പിന്നെ ഇവിടെ മീൻ പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ പൂച്ചക്കില്ലാണ്, ഇത് നമ്മള് മസാല കൂട്ടി വെച്ചാട്ടോ മീൻ പൊരിക്കാൻ വേണ്ടി. അത് രാത്രിക്കൊക്കെയാണ്. അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാക്കണം കൊക്കവടക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വീട്ടിൽ കൊക്കവട ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഉച്ചക്കൊരു കൊക്കവട വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ കൊതിയായിട്ടോ. പിന്നെ നോമ്പല്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യണ്ടേ. പിന്നെ അതൊക്കെ ഞാൻ പുട്ടിക്ക് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ജോലിയല്ല, ഇത് ആദ്യൻ്റെ ജോലിയാട്ടോ, ആദ്യം ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ ആദ്യം തന്നെ കേട്ടോ ചെയ്തെന്നതൊക്കെ. കാരണം എനിക്ക് തേങ്ങ ചിരണ്ടാൻ അറിയില്ല, പെണ്ണാണ് പറഞ്ഞിട്ട് ഒരു റീനു പൊട്ടി ചൂടുന്നുണ്ട്. ഓരോന്ന് തള്ളി മറിച്ച് നോണിയും പറഞ്ഞാണ് ചൂടണമൊക്കെ. ഇപ്പം ഇതാക്കണ് ഇവിടെ മീൻ റെഡിയാണ്. ഇപ്പത്തേക്കല്ല, രാത്രിക്കാണ്. ചൂതമീനാട്ടോ, ചൂതയാണ്. അല്ലേ, ഇത് പഞ്ചായത്തേക്ക് പോകാൻ വന്നപ്പോഴേ ആമിമോള് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആമിമോൾ എവിടെയാണ്. ആമിമോൾ ഉമ്മാൻ്റെ അടുത്താണ്. ഇത് പുട്ടിൻ്റെയാണ്. പുട്ട് ഇതാക്കണ ഇവിടെ പുട്ട് അടുപ്പത്തുണ്ട്. ഇത് നമ്മളെ കൊക്കവടയ്ക്കല്ലേ, കൊക്കവട ഇത് നമ്മളെ മോട്ടു. ഇവനെ ഓരോ സർക്കസ് ഇവിടുന്ന് ഇങ്ങനെ കാട്ടും. മോട്ടുവിന് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ ആമിമോള് ഉണ്ടാകുമ്പോൾ ഇവനെ ഓരോന്നും എടുത്തും പൊന്തിച്ചു കൊണ്ടിരിക്കുക. എന്തുണ്ട് അല്ല, അതവിടുത്തെ ഒരു ഓം പോയതാണ്. ഈ സാധനേ ഓം ആദ്യം പറിച്ചെടുത്താ. ഞാൻ കുറച്ചൊരു ചെറുള്ളി പൊളിച്ചരാൻ വന്നിട്ടോ. എന്തിന് ഈ കടലക്കറി വറവിടാൻ. അപ്പോൾ ഇതാക്കണം കുന്നോളം പൊളിച്ചിരിക്കണം. ചെറുള്ളി കുറേ ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല ഇല്ലേ. അതിൽ എനക്കിതാ പണി, എനക്കിതാ പണി. എന്താ പണി? എങ്ങനെ നീ എനക്കാരെയും കടിച്ചറിഞ്ഞ അറബിനെ പറഞ്ഞാ പറ, പറഞ്ഞെന്നെ തീർക്കണം. അത് പറ, ആദ്യം പറയണേ എന്നെ കിട്ടിയത് ഭാഗ്യാണ് എന്നൊക്കെ. നമ്മൾ അടുത്തത് എന്താ കാണിച്ചു തരാം. അതൊക്കെ നമ്മളെ പുട്ടൊക്കെ റെഡി ആക്കി കേട്ടോ. അടിപൊളി പുട്ട്. എൻ്റെ ചൂട് മതിയോ, ഫുള്ള് വേണ്ടിരിക്കണ്ട. എടുത്തോ, അടിപൊളി പുട്ട് കണ്ടോ. ഈ നല്ല സോഫ്റ്റ് പുട്ട് കേട്ടോ. ഇവിടെ നമ്മളെ മീൻ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പുട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ കണ്ടിട്ടുള്ള തേങ്ങ ചിരണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങ കുറച്ച് കുറഞ്ഞു പോയിട്ട് അത് ആദ്യം തന്നെ പിന്നെ ചിരണ്ടി തന്നു. ഇപ്പോൾ ഇതാക്കി നമ്മൾ കൊക്കവട ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. കുറച്ച് ഇതാക്കണ്ട. ഞാൻ പണിയെടുക്കുന്ന ഇടയിൽ എന്താ പറയുക, റേഷൻ കടയിലൊക്കെ പോയി റേഷൻ അരിയൊക്കെ വാങ്ങിക്കൊടുന്നു. ഈ മാസം ഫസ്റ്റ് ആകുമ്പോൾ തന്നെ റേഷൻ അരി വാങ്ങും. കാരണം എന്താ പറയുക, അധികം വൈകിക്കലില്ല ആദ്യം. അപ്പോൾ ആ മാസം ഫസ്റ്റ് ആകുമ്പോൾ തന്നെ പോയി ആദ്യം വാങ്ങാറുണ്ട്. അപ്പോൾ റേഷൻ അരിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് റേഷൻ അരി വാങ്ങാൻ പോയത് അടുക്കളപ്പണിയിൽ മുങ്ങാൻ വേണ്ടിയിട്ടാണോ ഒരു ഡൗട്ട്. കാരണം ഞാൻ കണ്ടതേ ഇല്ല റേഷൻ കടയ്ക്ക് പോയത്.
കാർഡൊക്കെ എവിടെ നിന്ന് കിട്ടിയാവോ? അല്ല ഓൻ തന്നെ എടുത്തേക്കല്ലോ കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകും പറഞ്ഞിട്ട് കാർഡ് കുന്നേരം കേട്ടോ വാങ്ങാൻ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ നേരത്തെ അവൻ കുളിച്ച് മാറ്റിക്കണ്ട് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടോ. എന്നിട്ട് അവൻ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളും കഴിച്ചത്. കാരണം അപ്പം ഞാൻ നോമ്പ് തുറന്നുകാണ്ട് നിസ്കരിക്കാൻ പോയി. പക്ഷെ കടിയും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് സൂപ്പറാണ്, രസമുണ്ട്, റെഡി ആയിക്കണ ഉണ്ടാക്കിയതൊക്കെ എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ചൂടാറാൻ പാത്രത്തിലായിരുന്നു പുട്ടിട്ട് വെച്ചിരുന്നത്. അതിനോട് കുറച്ചൊരു ചോറുണ്ടായിരുന്നു. കാരണം അവനക്ക് ചൂട് അധികം പറ്റില്ല. അതൊക്കെ ഗായ്സ് ആമിയമോളൊക്കെ പിക്ക് ചെയ്ത് കൊടുന്ന് വീട്ടിൽ പോയാണ്ട് ആമിയമോൾ എൻ്റെ ഫോൺ കേസ് എടുത്ത് പോവാട്ടോ. അല്ല ഓളെ താടി ഇന്നാളത്തെ വീഡിയോസിൽ കണ്ടില്ല വീണൂന്ന്. അതിൽ വീണ് കണ്ട് താടിയൊക്കെ പൊട്ടി. ഇവിടെ വാ കിടക്കാനായിട്ടോ. ആദ്യം ഇതാക്കണ രാത്രിക്കത്തെ ക്ലിയർ ആട്ടോ. ആദ്യം കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ അങ്ങനെ ഇരിക്കണേ. അതിനല്ല ഓളിഞ്ഞ് ഇവിടെ മണ്ടി കളിക്കൂട്ടോ. ഈ ബെഡ്ഷീറ്റൊക്കെ ഇതാക്കി മണ്ടി കളി. അതിനെ പിന്നെയും പേടിയുള്ള ഞങ്ങൾ ആമി അവളെ താടി കണ്ടില്ല എന്നാൾ വീണാണ്ട് മുറിയായത്. കാണിച്ചു കൊടുക്കാം ആമിയെ. എത്തതിന് അങ്ങനെ പിന്നെന്താ അമ്മിയെ? എന്ത് പറ. പിന്നെ എല്ലാവരും എൻ്റെ മേക്കപ്പിൻ്റെയും എന്താ പറയുക അമ്മിമോളെ ഫുഡ് റുട്ടീനൊക്കെയാണ് ചോദിക്കുന്നത്. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ എല്ലാം കൊടുക്കും. എന്നാലും നമ്മൾ വേണമെങ്കിൽ ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടു. പിന്നെ എന്താ പറയുക പിന്നെ കുറേ ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞങ്ങൾ വൈകാതെ വരും. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.